കടത്തനാട് KP ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘവും ഗുരുക്കൾസ് കളരി ചികിത്സാലയം വെളുത്തമല പുതുപ്പണം വർഷാവർഷം നടത്തിവരുന്ന +2 SSLC USS LSS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കളരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും ഈ വർഷത്തെ കളരി പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനവും വടകര MLA KK രമ നിർവഹിച്ചു. കടത്തനാട് എന്നറിയപ്പെടുന്നതിനെ കളരിയിലാണ്. കടത്തനാടാണ് എന്ന് ചോദിച്ചാൽ കളരിയാണ് ആദ്യം വരിക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കളരിക്ക് പേര് കേട്ട ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കടത്തനാടാണ്. തച്ചോളിയദേനൻ്റെ നാട്, ഉണ്ണിയാർച്ചയുടെ നാട്, മതിലൂർ ഗുരുക്കളുടെ നാട് അല്ലേ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ളൊരു നാടാണ് കടത്തനാട്. കടത്തനാട് മാധവിയമ്മ ഒക്കെ പ്രശസ്തരായ നിരവധി ആളുകളുള്ള ഒരു മണ്ണാണ് ഈ കടത്തനാട് എന്ന് പറയുന്നത്. പക്ഷേ കടത്തനാടിനെ എത്ര പറഞ്ഞാലും കളരി വേണ്ട രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് മറുപടി കിട്ടുകയാണ്. അത് ഈ ഒരുപാട് കളരി നമ്മുടെയൊക്കെ പ്രദേശങ്ങളുണ്ട്. വിവിധ പേരുകളിൽ വിവിധ ആളുകൾ നടത്തുന്ന കളരി പരിശീലന കേന്ദ്രങ്ങളും കളരികളും ഒക്കെയുണ്ട്. പക്ഷേ ആ കളരി ഒരു ഏകീകൃതമായ രൂപത്തിലേക്ക് ഒരു സ്ഥലത്തെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വിഭാവന ചെയ്യുന്നപ്പോൾ മുഹമ്മദ് ഗുരുക്കളൊക്കെ കാണുന്ന സമയത്ത് അതിന് ഒരുപാട് ആശയങ്ങളുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ. അതെങ്ങനെ കൊണ്ടുപോകണം, നമ്മുടെ നാട്ടിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കണം, നമ്മുടെ കുട്ടികളിലേക്ക് അത് രൂപത്തിലെത്തണം എന്ന വിശാലമായ കാഴ്ചപ്പാടും അതിൻ്റെ പലവിധ ഷെഡ്യൂളുകളൊക്കെ തയ്യാറാക്കി, പ്രോഗ്രാമുകളൊക്കെ തയ്യാറാക്കി ഒക്കെ കാര്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ അതൊന്നും ഉദ്ദേശിച്ച രൂപത്തിൽ പ്രായോഗിക തലത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നിടത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞാനൊക്കെ ജനപ്രതിനിധിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞു. പക്ഷേ ഇത് പറയുമ്പോഴും വലിയ പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷവും ഞാനിതൊക്കെ എല്ലായിടത്തും പറഞ്ഞു, നമുക്ക് കളരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഇവിടെ മാറ്റണം എന്നുള്ളത്. പക്ഷേ പലയിടത്തും നമ്മൾ അതിൻ്റെ പ്രപ്പോസലുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു പരിഗണന ലഭ്യമായിട്ടില്ല, അതിനുള്ള ഫണ്ട് ലഭിച്ചില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട രൂപത്തിൽ നടത്താൻ സാധിച്ചില്ല. ഈ പ്രാവശ്യം എൻ്റെ ബഡ്ജറ്റ് പ്രപ്പോസൽ കൊടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയിലും ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിരുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ കണ്ട് ഇതിൻ്റെ ഒരു ഗൗരവം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ചത്. അവരുടെ മനസ്സിൽ അതുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്കിവിടെ കളരിയുടെ ഒരു വലിയ അക്കാദമി, അതിന് പല രൂപത്തിൽ അതിൻ്റെ കാര്യങ്ങളുണ്ട് അല്ലെ, റിസർച്ച് സെൻ്റർ ഉണ്ട്, പരിശീലന കേന്ദ്രമുണ്ട്, കളരി മ്യൂസിയം ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ സെൻ്റർ ഇവിടെ എല്ലാ വർഷവും അതിൻ്റെ വിവിധ കാര്യങ്ങൾ നടത്തുന്ന രൂപത്തിൽ നമുക്ക് കടത്തനാടിനെ പേരെടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതീകമായിട്ട് ഒരു സ്മാരകമായിട്ട് നമുക്കിവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതിനുള്ള പ്രപ്പോസലുകളും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസലായിട്ട് കളരി അക്കാദമിയെ സംബന്ധിച്ചുള്ളൊരു പ്രപ്പോസലും കൂടി നേരിട്ട് മുഖ്യമന്ത്രിയോട് പോയി അത് സംസാരിച്ചിട്ടുണ്ട്. അത് അനുവദിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ PK ശശി വിജയികളെ ആദരിച്ചു. 3000 വർഷങ്ങൾക്ക് മുമ്പാണ് കളരിയുടെ ഉത്ഭവം എന്നാണ് രേഖകളിൽ കാണുന്നത്. പരശുരാമനിൽ നിന്നാണ് കളരി ആരംഭിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. ബോധിധർമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചൈനയിൽ കൊണ്ടുപോയി അഭ്യസിച്ചിട്ടാണ് അത് കുംഫു ആയി മാറിയത് എന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. മെയ്പ്പയറ്റ് ഏറ്റവും കാര്യക്ഷമത ഉണ്ടാക്കുന്നതാണ് മെയ്പ്പയറ്റ് എന്നുള്ളത് നമ്മൾക്കറിയാം. മെയ്പ്പയറ്റ് പൂർണ്ണമായിട്ട് അഭ്യസിച്ചു കഴിഞ്ഞാൽ ആജീവനാന്തം ആൾക്കും ഒരു രോഗവും വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ അവരുടെ അരികെ പോവുകയില്ല. അത്രയും ക്ഷമത അവരുടെ ശരീരത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചടങ്ങിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. കളരിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുഹമ്മദ് ഗുരുക്കൾ വിവരണം നടത്തി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം, അതായത് മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണുകളും ചെവിയും നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. മസ്തിഷ്കം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള വിദ്യാർത്ഥികൾ കളരിയിൽ വരുമ്പോൾ അവരുടെ മസ്തിഷ്കത്തെ 1 മണിക്കൂറെങ്കിലും സ്വമേധയാ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പെട്ടെന്ന് തീരുമാനമെടുക്കാനും പെട്ടെന്നൊരു അറ്റാക്ക് വരുമ്പോൾ തടഞ്ഞു നിർത്തി രക്ഷപ്പെടാനും
എൻ്റെ കമൻറ്റിനനുസരിച്ച്, ഗുരുനാഥൻ്റെ കമൻറ്റിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് സിദ്ധിക്കുന്നു എന്നുള്ളത് മാത്രം കണ്ടാൽ മതി ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കളരിപ്പയറ്റിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇപ്പം വർഷകാലം വരുന്നു. എൻ്റെ ഈ മക്കളൊക്കെ ഞാൻ എണ്ണയിട്ട് കച്ച കെട്ടി ആണ് കളിപ്പിക്കുന്നത്. എണ്ണ മേയ്ക്കിടുമ്പോൾ അഭ്യംഗം ആചരേ നിത്യം സജടാശ്രയവാദ ദൃഷ്ടിപ്രസാദ പുഷ്ട്യായു സ്വസ്ഥതാടികൃത് ശിരസ്സവർണപാദേഷു തൻ വിശേഷണശീലയേൽ. ശിരസ് മുതൽ പാദം വരെ എണ്ണ തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറുമെന്നും ശരീരത്തിന് പുഷ്ടി, ആയുസ്, ഓജസ്, ഉന്മേഷം എന്നിവ ലഭിക്കുമെന്നും സുശ്രുതൻ വാഗ്ഭടൻ പോലുള്ള മഹാപണ്ഡിതന്മാർ നമ്മളെ ഉപദേശിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന മക്കളും രക്ഷിതാക്കളും ഈ കളരിക്കുട്ടികളും എല്ലാവരും എൻ്റെ ഈ നാട്ടുകാരായ ആൾക്കാരൊക്കെ ഈ 2 മാസം, കളരിയുടെ ഈ 2 മാസം അല്ലെങ്കിൽ കർക്കിടക മാസം നമ്മൾ എണ്ണയിട്ട് മെയിൽ സോപ്പ് തേക്കാതെ പിണ്ണാക്കോ ചെറുപയറോ പൊടിയോ എന്തെങ്കിലും അങ്ങനെ സുഗന്ധദ്രവ്യങ്ങളെ തേച്ചുകൊണ്ട് കുളിച്ച് നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തി അടുത്ത 6 മാസം നിങ്ങളുടെ ശരീരത്തെ, ഉണങ്ങി വരുന്ന ശരീരത്തെ പ്രോജ്വലിപ്പിക്കണമെന്ന്, അതിനെ ഉത്തേജിപ്പിക്കണമെന്ന്, നാഡീചരമ്പുകളെ സ്ത്രസിപ്പിക്കണമെന്ന്, രോമകൂപങ്ങൾ അടങ്ങിയിരിക്കുന്ന രോഗങ്ങളെ ഉണർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭികാമ്യമായിരിക്കും. നിങ്ങളുടെ ആയുസ്സിനും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കണ്ണിൻ്റെ പ്രയാസം, നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രയാസം, ഡിപ്രഷൻ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇത് തുടച്ചു നീക്കാൻ ഇത് സാധിക്കും എന്നുള്ളതാണ്. വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് PM പവിത്രൻ നിർവഹിച്ചു. നെല്ലാടത്ത് രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ രജില അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രശാന്തി ടീച്ചർ, വാർഡ് കൗൺസിലർമാരായ ദിലീപ്, സിന്ധു, റിട്ടയേർഡ് സൈബർ സെൽ SI സത്യൻ കാരയാട്, രാജേഷ് ഗുരുക്കൾ, മനോജ് കുമാർ, കുമാർ ജ്വല്ലറി, ബാലകൃഷ്ണൻ KM, ബാബുരാജ് MK, ശിവരാമൻ, കളരി പ്രസിഡന്റ് മഹിജ ടീച്ചർ, ഡോക്ടർ കൃഷ്ണപ്രിയ, ഡോക്ടർ സഫ, ഡോക്ടർ യാനിഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നൌഷാദ് MK നന്ദി പറഞ്ഞു.